ഇന്നത്തെ അറിയിപ്പുകൾ. ചെക്ക് ക്ലിയറിംഗിന് ഇനി ഏതാനും മണിക്കൂറുകൾ മതി. ഒക്ടോബർ 4 മുതലാണ് സംവിധാനം നിലവിൽ വരുന്നത്. ഒക്ടോബർ 4 മുതൽ മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് ക്ലിയറിംഗ് സാധ്യമാകും. ഘട്ടം ഘട്ടമായാണ് ക്ലിയറിംഗ് സംവിധാനം നടപ്പാക്കുന്നത്. ഒന്നാം ഘട്ടം ഒക്ടോബർ 4 മുതൽ നിലവിൽ വരും. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ തുടർച്ചയായി ചെക്കുകൾ സ്കാൻ ചെയ്യും. പണം നൽകേണ്ട ബാങ്കുകൾ വൈകുന്നേരം 7 മണിക്കുള്ളിൽ ചെക്കുകൾ സ്ഥിരീകരിക്കണം. അല്ലെങ്കിൽ രാത്രി തന്നെ പണം അക്കൗണ്ട് ഉടമയ്ക്ക് ഓട്ടോമാറ്റിക്കായി കൈമാറും. രണ്ടാം ഘട്ടം 2026 ജനുവരി 3 മുതലാണ് നടപ്പാക്കുക. ചെക്കുകൾ ലഭിച്ചാൽ 3 മണിക്കൂറിനകം സ്ഥിരീകരിക്കണം. തിട്ടപ്പെടുത്തലിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ പണം അക്കൗണ്ടിലേക്ക് കൈമാറും. വേഗത്തിൽ പണം കൈമാറുന്നതിനാൽ ഉപഭോക്താക്കൾക്കും ബാങ്കുകൾക്കും ഉണ്ടാകുന്ന നഷ്ടസാധ്യത കുറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയപാതകളിൽ ടോളിനായി ഫാസ്ടാഗിന്റെ വാർഷിക പാസ് ഓഗസ്റ്റ് 15 നിലവിൽ വരും. രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും AHAI വെബ്സൈറ്റ് വഴിയും വാർഷിക പാസ് എടുക്കാനാകും. സ്ഥിരം യാത്രക്കാർക്ക് ടോൾ നിരക്കുകളിൽ ലാഭം ഉറപ്പാക്കുന്നതിനും തടസ്സരഹിതമായ യാത്രകൾ ഉറപ്പാക്കുന്നതിനുമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് ഒരുക്കിയിരിക്കുന്നത്. സ്ഥിരം യാത്രക്കാർക്ക് 3000 രൂപയ്ക്ക് 200 തവണ അല്ലെങ്കിൽ 1 വർഷ കാലാവധി അനുവദിക്കുന്നതാണ് പാസ്. ഒരു വശത്തേക്ക് പ്ലാസ കടന്നുപോകുന്നത് ഒരു ട്രിപ്പായാണ് കണക്കാക്കുക. ഇരുവശത്തേക്കുമുള്ള യാത്രയാണെങ്കിൽ 2 ട്രിപ്പായും പരിഗണിക്കും. വാണിജ്യേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറുകൾ, ജീപ്പുകൾ, വാനുകൾ പോലുള്ള സ്വകാര്യ വാഹനങ്ങൾക്കായാണ് വാർഷിക പാസ് നടപ്പാക്കുന്നത്. ഉപയോഗിക്കാൻ തുടങ്ങുന്ന അന്നു മുതൽ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ പരമാവധി 200 യാത്രകൾക്കാണ് ഈ പാസ് ബാധകമാകുകയെന്നും ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ട്. 3000 രൂപ അടച്ചാൽ 200 യാത്രകൾ ലഭിക്കുന്നതിനാൽ തന്നെ ഒരു യാത്രയ്ക്ക് ശരാശരി 15 രൂപ മാത്രമേ ടോൾ ഇനത്തിൽ ചെലവ് വരുന്നുവെന്നാണ് വാർഷിക ടോൾ പ്ലാനിന്റെ ഏറ്റവും പ്രധാന നേട്ടം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസി സംരംഭകർക്കായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പുമായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും. ക്യാമ്പ് ആഗസ്റ്റ് 18 തിരുവനന്തപുരത്ത് നടക്കും. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് അഥവാ NDPREM പദ്ധതി പ്രകാരമാണ് ക്യാമ്പ്. തൈക്കാട് നോർക്ക സെൻട്രൽ സംഘടിപ്പിക്കുന്ന വായ്പാ വിതരണം, വായ്പാ നിർണയ ക്യാമ്പ് നോർക്ക റിക്രൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വായ്പാ നിർണയ ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാം. പ്രവാസി കൂട്ടായ്മകൾ, പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ, സൊസൈറ്റികൾ എന്നിവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട്. സംരംഭങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പ പദ്ധതി വഴി ലഭിക്കും. കൃത്യമായ വായ്പാ തിരിച്ചടവിന് 15% മൂലധന സബ്സിഡിയും 3% പലിശ സബ്സിഡിയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.